നിങ്ങൾ കേരളത്തിലോ അതോ ഇന്ത്യക്കോ പുറത്തോ ഒക്കെ ഒരു ജോലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരാളിപ്പോൾ ഒരു 2 ഓപ്ഷൻസ് തരിക. ഓപ്ഷൻ 1 കേരളത്തിൽ ഒരു ഗവൺമെൻറ് ജോലി. ഓപ്ഷൻ 2 ഓസ്ട്രേലിയ, കാനഡ പോലൊരു സ്ഥലത്ത് ഒരു ജോലി, PR ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലി. നിങ്ങൾ ഏത് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക? 1 or 2? ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരം കാണുമല്ലേ? ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉത്തരത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലും അതിൻ്റെ ഒരു കാരണം കൂടി കമൻസിൽ എഴുതുക. അറിയാം, കേരളത്തിലെ മിക്ക വീടുകളിലും ഒരാളെങ്കിലും അബ്രോഡ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാവരും കേരളത്തിന് പുറത്ത് പോയി ജോലി ചെയ്യാൻ നോക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നത്? ശരിക്കുമുള്ള റീസൺ നിങ്ങൾ വിചാരിക്കുന്നതേ അല്ല. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. കേരളത്തിലെ എഡ്യൂക്കേഷൻ ലെവൽ ഭയങ്കര ഹൈ ആണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ജോബ് മാർക്കറ്റ് ഇവിടെ ഉണ്ടോ? വളരെ വലിയൊരു സാലറി ഗ്യാപ്പ് നമുക്ക് പുറത്തുള്ള രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാണാം. ഒരു 25,000 രൂപ സാലറി ഉള്ള ഒരാൾ പുറത്ത് പോവുകയാണെങ്കിൽ അയാൾക്ക് 1,00,000 രൂപയോ അതിൽ കൂടുതലോ കിട്ടും. അപ്പോൾ നിങ്ങളൊരു 24-25 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? നിങ്ങൾ EMI അടച്ച് സ്ട്രഗിൾ ചെയ്യാൻ നോക്കുമോ അതോ പുറത്ത് പോയി രക്ഷപ്പെട്ട് എങ്ങനെയും സേവ് ചെയ്യാൻ നോക്കുമോ? അപ്പോൾ ദിസ് ഇസ് നോട്ട് ഗ്രീഡ്, ദിസ് ഇസ് പ്രാക്ടിക്കൽ തിങ്കിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ് നോക്കുകയാണെങ്കിൽ സ്ഥലത്തിനൊക്കെ ഭയങ്കര വില, റെൻറ്റ് ഭയങ്കര കൂടുതൽ, മെഡിക്കൽ എക്സ്പെൻസസ് ആണെങ്കിൽ അതിനൊക്കെ കൂടുതൽ, പിന്നെ പ്രൈവറ്റ് സ്കൂൾ ഫീസ് പിന്നെ പറയുകയേ വേണ്ട. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഒരു സാലറി ഗ്രോത്ത് ഇവിടെ ഉണ്ടോ? ഒരു 25,000 കിട്ടുന്ന ഒരാൾക്ക് പെട്രോളും EMIയും ബാക്കി എക്സ്പെൻസും ഒക്കെ കഴിഞ്ഞ് കയ്യിൽ വരുന്നത് 0 ബാലൻസ് ആണ്. അപ്പോൾ ഇത് ഒരു റീസൺ ആണ്. മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ പലരും ഗവൺമെൻറ് ജോബിന് പുറകെ പോകുന്നു എന്നതാണ്. അപ്പോൾ എങ്ങനെയും PSC എഴുതി ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം എന്നതാണ് ഇവരുടെ ഒരു ആംബിഷൻ. പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കൻസ് കാണും, വളരെ കുറച്ച് വേക്കൻസി കാണത്തുള്ളൂ. പിന്നെ 4-5 വർഷമൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ലൂസ് ആവും. ഇനി ആ ജോലി കിട്ടിയില്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ആകപ്പാടെ തകരും. അപ്പോൾ വിചാരിക്കുമല്ലോ ജർമ്മനിയിലോ കാനഡയിലോ എല്ലാം പോയാൽ മതിയായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്. നമ്മൾ ബാംഗ്ലൂരോ ഹൈദരാബാദോ യൂറോപ്പുമായിട്ടോ ഒക്കെ കമ്പയർ ചെയ്യുമ്പം വളരെയധികം കുറവാണ്. പക്ഷേ പഠിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കൂടുതലും. ഇപ്പോഴത്തെ യുവാക്കൾക്ക് വെറും ഒരു ജോലി, എല്ലാവർക്കും ഒരു കരിയർ ഗ്രോത്ത് ആണ് വേണ്ടിയത്, പിന്നെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറും. പിന്നെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്രഷർ തന്നെയാണ്. കേരളത്തിൽ ആളുകൾ കമ്പയർ ചെയ്യുന്നത് വളരെയധികം കൂടുതലാണ് മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട്. ഒരാൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു, മറ്റൊരാൾ കാനഡയിൽ സെറ്റിൽഡാണ്, മറ്റൊരാൾക്ക് UK PR കിട്ടി. ഇതൊക്കെയാണ് പൊതുവെ ചർച്ച. അപ്പോൾ നമ്മൾ ഒരു ഫോറിൻ സെറ്റിൽമെൻറ്റിനെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടോ കേരളത്തിൽ? നിങ്ങൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ ഡിഫറെൻ്റ്ലി ട്രീറ്റ് ചെയ്തെന്ന് വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നത് മില്ലേനിയൽസും ജെൻ-Z ജനറേഷനുമാണ്. ജെൻ-Zയുടെ ഒരു മൈൻഡ് സെറ്റ് വളരെയധികം ഡിഫറെൻ്റ് ആണ് പഴയ ജനറേഷൻസ് വെച്ച് നോക്കുമ്പോൾ. അവർക്കൊരു വർക്ക് ലൈഫ് ബാലൻസ്, മെൻ്റൽ പീസ്, പേഴ്സണൽ ഫ്രീഡം, പ്രൈവസി, ഇതൊക്കെയാണ് ഇവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കേരളത്തിലാണെങ്കിൽ നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമൊക്കെ വളരെയധികം ജഡ്ജ്മെൻറ്റ്, ഇൻ്റർഫിയറൻസ് ഇതൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആരും തിരിച്ചിങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു മേജർ റീസൺ. പിന്നെ ഇവിടത്തേക്കാൾ അവിടെ ജോലിയിൽ ഇവർക്ക് കൂടുതലൊരു റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്നുവെന്ന് ഇവർക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വളരെ ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസ തന്നെയാണ്. അവർ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നു, അത് കഴിഞ്ഞ് ജോലി കിട്ടുന്നു, അത് കഴിഞ്ഞ് PR, പിന്നെ അവിടെ സെറ്റിൽ ആകുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പുറത്തുള്ളവർ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് വിളിക്കുന്നു. അപ്പോൾ കേരളം അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, പക്ഷേ പുറത്തുള്ള രാജ്യങ്ങൾ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു സ്കിൽഡ് മൈഗ്രേഷൻ കേരളത്തിന് നല്ലതാണോ ചീത്തയാണോ? പുറത്തു നിന്നുള്ള മണി ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ പലരും ഗൾഫിലേക്കല്ല പോകുന്നത്, പലരും പോകുന്നത് യൂറോപ്യൻ കൺട്രീസിലേക്കാണ്. അപ്പോൾ പുറത്തു നിന്നുള്ളൊരു റെമിറ്റൻസ് ഇപ്പോൾ കുറയുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരുടെയും വീട്ടിൽ ആരും കാണത്തില്ല, പേരൻസ് കുറച്ച് ഓൾഡ് ആയിരിക്കും, ഒറ്റയ്ക്കായിരിക്കും. ഇതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്കിൽഡ് മാൻ പവർ നമ്മൾ ലൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ്, ക്യാൻ കേരള മേക്ക് ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് ദം സ്റ്റേ? ഇപ്പോൾ യുവാക്കൾ കേരളം വിടുന്നത് കേരളം ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, അവരുടെ ഒരു പ്രയോറിറ്റീസ് ഒക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അവർക്ക് വേണ്ടത് ഗ്രോത്ത്, റെസ്പെക്റ്റ്, സ്റ്റെബിലിറ്റി, പിന്നെ ഒരു ബെറ്റർ ഫ്യൂച്ചർ, ഇതൊക്കെയാണ്. കേരള ഗേവ് ദം എഡ്യൂക്കേഷൻ, ബട്ട് ദ വേൾഡ് ഇസ് ഗിവിംഗ് ദം ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ കേരളത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാകുവാണെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ തിരിച്ചു വരുമായിരിക്കും, അല്ലേ? അപ്പം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവർ കേരളം വിട്ട് പുറത്ത് പോയി ജോലി ചെയ്യണോ അതോ കേരളത്തിൽ തന്നെ നിന്ന് ഇവിടും കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും ബിൽഡ് ചെയ്യാനും നോക്കണം? കമൻറ്റ് ചെയ്യുക.